പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിടവ് വെള്ളിയാഴ്ച ഇല്ലാതെ എന്നൊക്കെ പറയുന്നത് ചിലത് നല്ലത് കുളത്തുവാക്കലാണ്. നമ്മളെ സംബന്ധിച്ചത് അത്ര വലിയ സംഭവമല്ല. അപ്പൊ നമ്മൾ എങ്ങോട്ടെന്നില്ലാതെ ഒരു യാത്ര തുടരുകയാണ്. ഏതെങ്കിലും നല്ല സ്പോട്ട് കണ്ടാൽ ഞാൻ അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. അപ്പൊ പോയാലോ? നമ്മളിപ്പോ റാസൽ ഖൈമയുടെ തെരു വീതികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടൊന്നില്ലെന്നാണ് പോണത്. ലൊക്കേഷൻ ഇട്ടേക്കുന്നത് ജബൽ ജയ്സ് ആണ്. ബട്ട് അത് ടെമ്പറലി ക്ലോസ്ഡ് ആണ് ഇപ്പോൾ. സോ പോകുന്ന വഴിയിൽ ഏതെങ്കിലും ടെമ്പറലി ക്ലോസ്ഡ് ആണ് ഇപ്പോൾ. കണ്ടില്ലേ ഗൈഡ് ഇവിടെ എന്നത് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ നല്ല സ്പോട്ട് ഉണ്ട്. കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണം. അതാണ് ഇന്നത്തെ മെയിൻ അജണ്ട. പിന്നെ ഫുഡ് കിട്ടിയാൽ കഴിക്കണം അല്ലേ? അങ്ങനെയല്ല, നല്ല ഫുഡ് സ്പോട്ടുകൾ ഏതെങ്കിലും ഉണ്ടെന്നുള്ളത് തപ്പി കണ്ടുപിടിച്ച് എക്സ്പ്ലോർ ചെയ്യണം. അതും ഇന്നത്തെ ഒരു അജണ്ടയിൽ പെടുന്നതാണ്. എന്തായാലും പോയി നോക്കാം. എവിടെ വരെ പോകും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ബട്ട് കുഴപ്പമില്ല. ഞാൻ ഇതിനു മുമ്പ് ജബൽ ജയ്സ് പോയിട്ടുണ്ട് കേട്ടോ. നല്ല സ്പോട്ടാണ്, നല്ലതാണ്. ഇടയ്ക്കിങ്ങനെയുള്ള അശരീര ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കും. അതൊക്കെ ഇഗ്നോർ ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജബൽ ജയ്സിലോട്ടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ജബൽ ജയ്സ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല കേട്ടോ. തൊട്ടടുത്തുള്ളൊരു ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ബീച്ചിൽ ചെന്നപ്പം ബീച്ചിൻ്റേതായിട്ടുള്ളൊരു വൈബ് ഇല്ലാത്തതുകൊണ്ട് ആ പ്ലാൻ പിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പെട്ടെന്നുണ്ടായ ഒരു സഡൻ പ്ലാനാണ് നമുക്കൊരു റോഡ് ട്രിപ്പ് പോവാം ജബൽ ജയ്സിലോട്ട്. പക്ഷേ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. ഇവിടെ നിന്ന് ഒരു 30 minutes ഡ്രൈവ് അത്രേ ഉള്ളൂ. പക്ഷേ ഈ ഡ്രൈവ് പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ജബൽ ജയ്സ് ടെമ്പറലി ക്ലോസ്ഡ് ആയതുകൊണ്ട് റോഡിലൊന്നും വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ അധികം ദിവസമായെങ്കിലും ഇപ്പോഴാണ് എനിക്കിതൊന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാനുള്ളൊരു ടൈമൊക്കെ കിട്ടിയത്. നാട്ടിലെ മലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പച്ചിപ്പും ഹരിതാഭയും നിറഞ്ഞ് വല്ലാത്തൊരു ഭംഗിയായിരിക്കും അത് കാണാൻ. ബട്ട് ഇവിടെ പച്ചപ്പ് ഹരിതാഭയൊക്കെ കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും ഇതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. അപ്പം എല്ലാം നമ്മൾ ആസ്വദിക്കണമല്ലോ. ഈ ഒരു റൈഡ് ഇങ്ങനെ പോകാൻ വേണ്ടി തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചൂട് കുറച്ചും കൂടെ കുറവായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര ഒരു ടെമ്പറേച്ചറേ ഉള്ളായിരുന്നു. പക്ഷേ ഇത് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല ചൂടാവും. വിൻ്റർ ടൈമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്യാമ്പ് ചെയ്യാൻ പോകുന്നൊരു സ്ഥലം കൂടാണിത്. UAE തന്നെ ഏറ്റവും വലിയൊരു മൗണ്ടനാണ് ജബൽ ജയ്സ് എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് റാസൽ ഖൈമയെ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ദൂരെയായിട്ട് ഈ മലകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ അടുത്തോട്ട് ചെന്നപ്പം ഓരോ മലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. നമ്മൾ ഇങ്ങനെ ഉള്ളിലോട്ട് പോകും തോറും അവിടെ ഇവിടെയായിട്ടൊരു കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റും. അല്ലാതെ വലിയ ആൾക്കാരോ തിരക്കോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെന്താ, ഈ ഈദ് ഹോളിഡേയ്സ് ആയിട്ട് കുറച്ചധികം ദിവസം കിട്ടിയിട്ട് നമ്മൾ കുറച്ചധികം പ്ലാനൊക്കെ ചെയ്തിരുന്നു. ബട്ട് ലാസ്റ്റ് മിനിറ്റിലെല്ലാം പാളിപ്പോയി. അപ്പം അവസാന നിമിഷം തട്ടിക്കൂട്ടിയതാണ് ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. ട്രിപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഡ്രൈവ് മാത്രം. ഈ മലയുടെ ഇടയിൽ കൂടെ സൂര്യനെയൊക്കെ കാണാനും സ്കൈ ഒക്കെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇന്നത്തെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കണം. അങ്ങനെ പറ്റിയൊരു സ്ഥലം നോക്കി നമ്മൾ കാറൊക്കെ ഒതുക്കി കുറച്ച് നേരം അവിടെ ഇങ്ങനെ നടന്നു. ഈ താഴെ കിടക്കുന്ന സ്റ്റോൺസിനൊക്കെ പലതിനും പല ഷേപ്പും പല കളേഴ്സും ആയിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. പിന്നെന്താ പറയുക, കണ്ടില്ലേ ഒരു ആ സൺലൈറ്റ് അവിടെ അടിച്ചപ്പോഴത്തേക്ക് വേറൊരു കളർ. മുകളിൽ വരെ പോയില്ല, പകുതി വരെ പോയിട്ട് തിരിച്ചു വന്നത്. ലൈറ്റ് പോയി തുടങ്ങിയപ്പോഴത്തേക്ക് കരുതിയെങ്കിൽ തിരിച്ചിറങ്ങാമെന്ന്. അങ്ങനെ റൂഫൊക്കെ തുറന്നിട്ടിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണ്. റൂഫ് തുറന്നിടുമ്പം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ പൊടിയാണ്. അത് മാത്രമേ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ സൺലൈറ്റൊക്കെ പോയി തുടങ്ങി, മൂണൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ നമ്മുടെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് റൂമിലോട്ട് പോകുന്ന വഴിയിലാണ്. പക്ഷേ സ്കൈ ഒക്കെ കാണാൻ ഇപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ നല്ല
രീതിയിൽ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡ്രൈവിൽ എനിക്ക് മനസ്സിലായ കാര്യം ഭയങ്കരമായിട്ടൊന്ന് കൂളായി, ഐ മീൻ സ്ട്രെസ്സൊക്കെ ഒന്ന് പോയി ഭയങ്കരമായിട്ടൊരു റിലീഫായ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ ഇതിൻ്റെ ശരിക്കുമുള്ള റിയാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഹെയർ കറക്റ്റായിട്ട് ടൈ ചെയ്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഹെയറിൻ്റെ അവസ്ഥ ഇങ്ങനെ ആവും. പിന്നെ ഇതിനെ പഴയ പോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ചധികം കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പം ഇന്നത്തെ ഈ ഒരു ഡ്രൈവ് കൊള്ളായിരുന്നു. പക്ഷേ ഇനി ഇതിന് കുറച്ച് വീഡിയോസായിട്ട് അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, 2-3 ദിവസത്തെ ക്ലിപ്സ്. അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമ്മളൊരു കുനാഫയൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വഴിയെ നോക്കാം. ഞാൻ ഈ ഇടയായിട്ട് ഭയങ്കര ഒരു കുനാഫ ഫാനാണ്. ഞാൻ അത്ര ഒരു ഷുഗർ പേഴ്സൺ അല്ല, ബട്ട് എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് എനിക്ക് പുതിയ കുനാഫകൾ ട്രൈ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ റാസൽ കൈമയിലുള്ള മിക്കവാറും ഉള്ള കുനാഫ ഷോപ്സിൽ നിന്നൊക്കെ ഞാനിപ്പോൾ കുനാഫ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു, കുറച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു കുനാഫ ട്രൈ ചെയ്യാനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇത് റാസൽ കൈമ ട്രഡീഷണൽ കഫേ എന്നാണ് തോന്നുന്നു ഇതിൻ്റെ പേര്. എങ്കിലും ആ ഒരു ട്രഡീഷണൽ ആംബിയൻസിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സീറ്റിംഗ് ഫുൾ ഔട്ട്ഡോർ ആണ് വരുന്നത്. കുറച്ച് ചൂടുണ്ട് എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് തന്നെ വന്നുടനെ നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള കുനാഫ വാങ്ങി. കുനാഫയിൽ എനിക്ക് ചീസ് കുനാഫയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് ബട്ട് നമ്മൾ ചീസ് അല്ല എന്ന് തോന്നുന്നു. ഇത് ക്രീം കുനാഫയാണ് ട്രൈ ചെയ്യുന്നത്. ബട്ട് കൊള്ളായിരുന്നു. അത്യാവശ്യം വലിയ റേറ്റും കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കുനാഫയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. മെയിനായിട്ട് പറയേണ്ട അവിടുത്തെ ആ ഒരു ആംബിയൻസ്, ഈ റിവറിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കാം. അവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. ചൂടായതുകൊണ്ട് അവർ ഫാനൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ആശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ ഭയങ്കര കാമായിട്ട് വന്നിരുന്ന് ഇങ്ങനെ ചില്ല് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണിത്. കൂടുതലായിട്ടും അവിടെ ഇങ്ങനെ ഇതുപോലുള്ള സ്വീറ്റ്സ്, പിന്നെ ടീ, പിന്നെ ചെറിയ സ്നാക്സ് ഐറ്റം, ബർഗർ, കബാബ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പം നമ്മൾ കുനാഫയും വാങ്ങി. പിന്നെ വേറൊരു കബാബ് റോൾ എന്തോ വാങ്ങിയായിരുന്നു. അതത്ര വലിയ സുഖമില്ലായിരുന്നു, ബട്ട് കുനാഫ വാസ് ഗുഡ്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിരുന്ന് ചില്ല് ചെയ്യാൻ, ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ പോയിരുന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എവിടെ വന്നേക്കുന്നത്? ഏത് സിനിമ കാണാനാണ്? ദൃശ്യം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ദൃശ്യം 3. എനിക്ക് കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കുന്നത് ഇയാളാണ്. യെസ്. അങ്ങനെ നമ്മൾ മൂവിയൊക്കെ കണ്ടത് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. മൂവി കൊള്ളായിരുന്നു, നല്ല മൂവിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ പോയി കണ്ട സംഭവമാണ്. പക്ഷേ കൊള്ളാം. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് ആ ദിവസം അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ബൈ.